പക്ഷേ നിന്നെപ്പോലെ എനിക്ക് പഴയ കാലങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാനാവില്ലടാ. അനാഥാലയത്തില് ഒരേ മനസ്സും രണ്ട് ശരീരവുമായിട്ട് കഴിഞ്ഞവരല്ലടാ നമ്മള്. സുഖത്തിലും ദുഃഖത്തിലും നമ്മള് തുല്യ പങ്കാളികളായിരുന്നു. അതൊന്നും നീ ഓർക്കുന്നില്ലേ? പ്രായപൂർത്തിയായപ്പോ നമ്മൾ ഒരുമിച്ചാ അനാഥാലയം വിട്ട് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ ചെയ്യാത്ത ജോലികളില്ല, അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല, പട്ടിണി. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച കാശിന് ഒരു ചില്ലി തൊട്ടുപോലും നമുക്ക് മിച്ചം വെക്കാനുണ്ടായിരുന്നില്ല. ആരെ കൊന്നിട്ടായാലും പണം സമ്പാദിക്കണം, കോടീശ്വരന്മാരാവണം, കാറും ബംഗ്ലാവും കണക്കറ്റ സ്വത്തുക്കളും സ്വന്തമാക്കണം. എടാ, അതായിരുന്നു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന ലോകം. ഓർമ്മയില്ലേ നിനക്ക്? ആ സമയത്താ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം. ഞാൻ നിന്നെ തേടി വന്നതും അതിനാണ്. ഒന്നുകിൽ നീ ഐറ്റം തിരിച്ചു തരണം, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള തുക തരണം. എടാ നിരഞ്ജൻ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എടാ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. നിന്റെ കയ്യിൽ നിന്നും പോലീസാണ് മയക്കുമരുന്ന് പിടിച്ചത്, അല്ലാതെ ഞാനല്ല. വേണ്ട, പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നീ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണ്ട. നിനക്കൊരു പുല്ലും കിട്ടാൻ പോകുന്നില്ല. എന്നെ നിനക്കറിയാലോ. സ്നേഹിച്ച ജീവൻ തരും, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ എടുത്തിട്ടേ ഈ നിരഞ്ജൻ മടങ്ങും. എങ്കിൽ എടുക്കടാ, എടുക്കാൻ. വർഷയോ? ഞങ്ങളല്പം ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതെ, കൂട്ടത്തില് പഴയ ഓർമ്മകളും. അതെ, വർഷയുടെ കൂടെ കൂടി ആളിപ്പോ നല്ല ഉച്ചത്തിലാ സംസാരം. അതിനെന്താ, പഴയ സുഹൃത്തുക്കളാവുമ്പോ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. എന്താ ചായ? ചായ കൊള്ളാം. മേടിക്ക്.
ഹായ് പട്ടം. എന്തിനതൊക്കെ വാങ്ങിയത്? പന്തനെ നീയും മോൾ എന്റെയും കൂടി മോളാ. എന്റെ മോക്ക് എനിക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കാൻ പാടില്ലേ? വന്ദനമേ, ഞാൻ പുറത്തെ പട്ടം പറത്തിയിട്ട് വരട്ടെ. സൂക്ഷിക്കണം മോളെ. ദാ, നൂല്. വന്ദനയ്ക്ക് സന്തോഷമായില്ലേ? ആ, വലിയ വലിയ സങ്കടങ്ങൾക്കിടയില് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വന്നു തുടങ്ങി. എന്നാ ഇനി ഒരു കൊച്ചു സന്തോഷ വാർത്ത കൂടി പറയാം. സന്തോഷ വാർത്തയോ? എന്താ അത്? വന്ദനയുടെ അച്ഛന് ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. സത്യാണോ? സത്യം. എന്ത് ജോലിയാ? ആ, അത് ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് വിശദമായിട്ട് പറയാം.